ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ക്ഷീണിതനാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സാധുവായി ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ അല്ലാഹു തആല സയ്യിദ് അവർക്ക് ദീർഘായുസ്സ് ആഫിയത്തോടുകൂടി നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ യാസീനിലേക്ക് കടക്കണം. ഇതിൻ്റെ മുന്നേ കുറച്ച് ഫാത്തിഹ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കുകയാണ്. ഇന്ന് പരിശുദ്ധമായ മുഹറം 10 രാവാണ്. ഇന്നത്തെ രാത്രി ഒരുപാട് അമൽ ചെയ്യണം. അല്ലാഹു തആല അമൽ ചെയ്യുന്നവരിലും ഒരുപാട് പുണ്യം നേടുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 70ഓളം ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി ഈ രാവിലുണ്ട്. അമൽ ചെയ്താൽ ഒരുപാട് നിസ്കാരങ്ങളും മറ്റുള്ളതൊക്കെ കൊണ്ട് നടന്നാൽ 60 വർഷം നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം, രാത്രി ക്ഷീണമില്ലാതെ നിർത്താതെ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമൊക്കെ ഈ രാത്രിക്കുണ്ട്. അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഇൻഷാ അല്ലാഹ് അമലെടുക്കണം. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ യാത്രയിൽ സ്വതക്ക ചെയ്താൽ 1 വർഷം സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. ഈ രാത്രിയിൽ നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക്, സാധുക്കളായ ആളുകൾക്ക്, നമ്മളെ മുഹബ്ബീങ്ങൾക്കൊക്കെ സ്വതക്ക 1 ഉറുപ്പിക സ്വതക്ക ചെയ്താൽ അല്ലാഹു തആല നൽകുന്നത് 1 വർഷം സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. ഒരുപാട് നന്മകൾ നിറഞ്ഞതായ ഒരു ദിവസമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഒരുപാട് സന്തോഷകരമായ ഇബാദത്ത് എടുക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഞാനൊരു ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമയം ഇഷ്ടംപോലെ ഉണ്ട്. നോമ്പറക്കാൻ ഉമ്മമാര് അടുക്കളയിലായിരിക്കും അല്ലേ? ഉമ്മമാര് അടുക്കളയിലായിരിക്കും അല്ലേ? നിങ്ങൾ അടുക്കളയിൽ പെരുമാറിക്കോട്. ഉമ്മമാര് ഇതിൻ്റെ മുന്നിൽ ഉണ്ടാകും. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാണ്ട്, യാസീനൊക്കെ ഓതാണ്ട് ഇൻഷാ അല്ലാഹ്. അല്ല, ഏറ്റവും വലിയൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സാധുവായ മനുഷ്യൻ, ബസ്രയിൽ നടന്നൊരു വിഷയമാണ് കിതാബുകളിൽ കാണുന്നത്. ഷാഹിദ് തങ്ങളെ ഓർമ്മകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫാത്തിഹയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആ ചരിത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അപ്പോൾ ബസ്രയിൽ നടന്നൊരു സംഭവമാണ്. ഒരു സാധുവായ മനുഷ്യൻ, ഫക്കീറായ ഒരു മനുഷ്യൻ ഒരു ഖാദിയുടെ അടുക്കലേക്ക് പോവുകയാണ്. ഖാദിയുടെ അടുക്കലേക്ക് പോകുകയാണ്. എൻ്റെ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എൻ്റെ കുട്ടികൾ പട്ടിണിയിലാണ് ഉസ്താദ് ഖാദി. അതുകൊണ്ട് എൻ്റെ കുട്ടീനെ നിങ്ങൾ എന്താകണം, എൻ്റെ കുട്ടികളുടെ വിശപ്പടക്കാനുള്ള നല്ല റൊട്ടിയും 10 റൊട്ടിയും കുറച്ച് ദിർഹമും തരണമെന്ന് പറഞ്ഞു. അതോ 1-2 ദിർഹം വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ളുഹ്ർ സമയത്ത് വരി, ഞാൻ തരാറ്. അപ്പൊ രണ്ടാമതും ളുഹ്ർ സമയത്ത് പോയി. ളുഹ്ർ സമയത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ അസറിന്റെ സമയത്ത് വരുന്ന. അസറിന്റെ സമയത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ മഗ്‌രിബിന്റെ സമയത്ത് വരും. പിന്നെ പറഞ്ഞു ഇശാന്റെ സമയത്ത് വരും. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇന്നെ ഒഴിവാക്കിയതാണ്. അപ്പൊ അയാൾ കരഞ്ഞു. കാരണം അന്നത്തെ ദിവസം കുട്ടികൾ പട്ടിണിയിലാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഖാദിനോട്, ഈ ദിവസത്തിന്റെ പവർ കൊണ്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്. ഏതാ ദിവസം? മുഹറം 10. ഒരുപാട് ബഹുമതിയുള്ള ഒരു രാത്രിയാണ്. ഈ രാത്രിയെ മുൻനിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ ഒഴിവാക്കി വിട്ട്. ആ കുട്ടികളൊക്കെ പട്ടിണിയിലാണ്. അയാളങ്ങനെ കരഞ്ഞിങ്ങനെ പോവുകയാണ്. കരഞ്ഞങ്ങനെ പോകുന്ന സമയത്ത് അതാ തൻ്റെ ഈ ഖാദിയുടെ അയൽവാസി ഇയാളെ കണ്ടു. ഇയാളിങ്ങനെ കരഞ്ഞു പോകണം. നിങ്ങൾ എന്തിനാ കരഞ്ഞു പോണേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്കെന്തോ പ്രശ്നമുണ്ട്, വിഷമമുണ്ട്. അങ്ങനെയാണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ബേജാറിലാണ്. അവസാനം നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്തായി പറഞ്ഞു കൊടുത്തു. ഞാൻ രാവിലെ വന്നതാണ് ഖാദിയുടെ അടുക്കലേക്ക്. ഖാദി പറഞ്ഞു ളുഹർ സമയത്ത് വരാൻ.
പിന്നെ പറഞ്ഞ അസർ ആയത് പൈസ, പക്ഷെ പൈസ ഒന്നും കിട്ടിയില്ല, എൻ്റെ കുട്ടികൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞു. ഏത് അയൽവാസി ആരാണ്? നസ്രാനി ആയ ഒരു മനുഷ്യനാണ്, ഒരു ക്രിസ്തവനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇയാൾ പറഞ്ഞു, എന്താ ഈ രാത്രിക്ക് ഇത്ര പ്രത്യേകത ചോദിച്ചു. പറഞ്ഞു, ഈ അർഷും കലമും ലോഹം ഒക്കെ സൃഷ്ടിച്ചത്, ഈ ഭൂമി തന്നെ സൃഷ്ടിച്ചത്, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചത്, ജിബ്രീലിനെ സൃഷ്ടിച്ചത്, മൂസാ നബീനെ അല്ലാഹു രക്ഷിച്ചത്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം മാറിയത്. അങ്ങനെ എണ്ണി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് പറഞ്ഞു, ഓ ഇത്രയും വലിയ പ്രതിഫലം ഉണ്ടോ, എന്നാ ഒരു കാര്യം ചെയ്യാം. അയാള് കൈ നിറയെ റൊട്ടി കൊടുത്തു. ഒരു മാസം തിന്നാനുള്ള റൊട്ടി ആള് കൊടുത്തു. ഒരു മാസം തിന്നാൽ കുട്ടികൾക്കൊക്കെ തിന്നാൽ. പിന്നെ പറഞ്ഞത് ഒരു 22 ദിർഹമും കൊടുത്തു. ഇത് ഓട്ടക്കാലന പോലും കണ്ടെത്താത്ത കാലഘട്ടത്തില് ആ വിഷയം പറഞ്ഞു. അപ്പൊ 22 ദിർഹം കൊടുത്തു, ഒരു മാസത്തെ ചെലവ്. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇനി നിങ്ങളൊരാളോട് നിങ്ങൾ കൈ നീട്ടണ്ട, നിങ്ങൾ ആരോടും കൈ നീട്ടണ്ട, എല്ലാ മാസവും ഈ സമയം വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. വീട്ടിലേക്ക് പോയപ്പോൾ കുട്ടികൾ സന്തോഷപ്പെട്ടാണ്. അല്ല, നമ്മളൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ ചോറൊക്കെ മറ്റേ കടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പൊ കുട്ടികൾ അവിടെ തന്നെ സന്തോഷിച്ച് ദുആ ചെയ്ത്, അള്ളാഹുവേ അള്ളാഹുവേ, ഇത് തന്ന ആൾക്കാർക്ക് നീ സ്വർഗം നൽകണേ, റാഹത്ത് നൽകണേ, സമാധാനം നൽകണേ, കുറേ എന്തുമായിരുന്നു. അങ്ങനെ ഈ കാദി അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല സുന്ദരമായൊരു കെട്ടിടം, ഒരു നല്ലൊരു പളുങ്ക് പോലത്തെ സ്വർണം കൊണ്ടുണ്ടാക്കിയ, വെള്ളി കൊണ്ടുണ്ടാക്കിയ പവിഴങ്ങളും മുത്തുകളൊക്കെ നിറഞ്ഞൊരു നല്ലൊരു കെട്ടിടം, നല്ലൊരു കൊട്ടാരം. ഇത് കണ്ടപ്പോൾ ഇയാൾക്കൊരു, ഈ കാലിക്കൊരു ആശ പറിച്ചു, അതെനിക്ക് കിട്ടിയെങ്കിൽ. എന്നിട്ട് സ്വപ്നത്തിൽ തന്നെ വിളി, ഒന്ന് എഴുന്നേറ്റ് നോക്ക് എന്ന് പറഞ്ഞു. നീ ഒന്ന് എഴുന്നേറ്റ് നോക്ക് എന്ന് സ്വപ്നത്തിൽ. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ ഉടമ അയൽവാസിയായ ക്രിസ്തവനായ ഒരു മനുഷ്യനാണ്. ഉടനെ തന്നെ ഇയാൾ എണീച്ചിട്ട് അയൽവാസിൻ്റെ അടുത്ത് ഓടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് നന്മ ചെയ്തത്? ഞാൻ ഇന്ന സ്വപ്നമൊക്കെ കണ്ടിരിക്കണം, നിങ്ങൾക്ക് ഭയങ്കര ബഹുമതി അല്ലാതെ തന്നിരിക്കുന്നു, എന്താ നിങ്ങൾക്ക് പ്രശ്നം, എന്താ നിങ്ങളെന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞത്, പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നല്ലോ, അയാൾ നിങ്ങൾ വേണ്ടിയില്ല, പക്ഷെ ഞാൻ അയാളെ ഈ രാത്രിയുടെ ബഹുമതിയൊക്കെ കേട്ടപ്പോൾ, ആള് ഈ മുഹറം 10 ബഹുമതിയൊക്കെ പറഞ്ഞപ്പോൾ അതിനെ മുൻനിർത്തി ഞാൻ നല്ലൊരു സദക്ക അയാൾക്ക് കൊടുത്തു. അപ്പൊ ഇയാളെ പറഞ്ഞു, ആ ബഹുമതി എനിക്ക് തരണം, ഞങ്ങൾക്ക് 1,00,000 രൂപ തരാം. ഏത് 1,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ആ കൊട്ടാരം എനിക്ക്, സ്വപ്നത്തിൽ കണ്ട കൊട്ടാരം എനിക്ക് തരാൻ വേണ്ടി നിങ്ങൾ ഇത് അവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂൽ, നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ മുസ്ലിം ആകുന്നു എന്നൊക്കെ അതിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ, ഇന്നത്തെ രാത്രി നമ്മളെ കുടുംബത്തിന് നല്ല സ്വതക്ക കൊടുക്കണം, നല്ല സ്വതക്ക കൊടുക്കണം, അവർക്ക് വേണ്ട എന്താ വെച്ചാൽ കൊടുക്കണം. നമ്മളെ കൂട്ടത്തിൽ സാധുക്കളായ കുറെ ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ വേണ്ടത് നമ്മൾ ചെയ്യണം. ആരെങ്കിലും ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഈ ദിവസത്തിൽ നന്മ ചെയ്താൽ, പ്രത്യേകിച്ച് ഭക്ഷണമില്ല, 2 കാര്യത്തിലാണ് ഭക്ഷണം എന്താക്കേണ്ടത്. ഇസ്രാഫ് പാടില്ല, അധികം ഭക്ഷണം പാടില്ല. 2 കാര്യത്തിൽ അത് ഒഴിച്ച്, അല്ലെ, മീന്, മുട്ട, പിന്നെന്താ, ആട്, പോത്ത്, മീൻ ഒക്കെ നമ്മളെ കൊടുക്കൂലേ. പക്ഷെ അതൊക്കെ നമ്മൾ കുടുംബത്തിന് എന്താണ് മിതപ്പെടുത്തണം. 2 കാര്യങ്ങൾ. ഒന്ന്, മുഹറം 10 എന്തില്ല, അതിൽ ഇസ്രാഫില്ല. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അതില് പിശുക്ക് പാടില്ല. നമ്മൾ കുടുംബത്തിന് നല്ല കൊടുക്കണം, അവൾക്ക് ഇഷ്ടപ്പെട്ട്, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കണം, എന്നാ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട് ഭക്ഷിക്കാൻ കൊടുക്കണം. എന്നാൽ അല്ലാഹു തആല ആ വർഷം മുഴുവനും അവനക്ക് സമ്പത്തിന് പ്രയാസം ഉണ്ടാകില്ല. സമ്പത്ത് അല്ലാഹു തആല അവനക്ക് കൂട്ടി തരും. രണ്ടാമത്, ഇസ്രാഫ് പാടില്ലാത്ത അതിഥികൾ വരുമ്പോൾ, അല്ലേ, നമ്മളെ വീട്ടിലേക്ക് ഉസ്താദുമാർ വരുമ്പോൾ, അതിഥികൾ വരുമ്പോൾ അവിടെ പിശുക്ക് പാടില്ല.
മനസ്സിലായില്ലേ? അപ്പൊ ഈ രാത്രി എല്ലാം കൊടുക്കണം. അതേപോലെ തന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ, നാളത്തെ നോമ്പ് ഒരാൾ നോറ്റ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവനക്ക് മരണവേദന ഉണ്ടാവില്ല. ഭയങ്കര പതിലുള്ളതാണ്. അള്ളാഹു നോക്കാൻ ഒരുപാട് അമലെടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ.